ഹോർമൂസിന്റെ കാര്യം നമുക്കറിയാലോ. അതായത് അവിടെ ഇറാനും ബ്ലോക്കേഡ് തീർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അമേരിക്കയുടെ വക വേറൊരു ബ്ലോക്കേഡ് ഉണ്ട്. അപ്പോൾ 2 ഗേറ്റുകൾ കടന്നിട്ട് വേണം ഹോർമൂസിലൂടെ കപ്പലുകൾക്ക് യാത്ര ചെയ്യാനെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഈ കപ്പൽ നാവിഗേഷന്റെ ആപ്പുകൾ അല്ലെങ്കിൽ അത്തരം വെബ്സൈറ്റുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോർമൂസിൽ എത്രത്തോളം കപ്പലുകളാണ് സ്റ്റക്കായി കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇറാൻ പറയുന്നൊരു കാര്യം, ഇറാന് ടോള് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുവഴി പോവാം എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ അങ്ങനെ ടോള് കൊടുത്ത് പോകുന്ന ഇറാന്റെ കപ്പലുകളെ അമേരിക്ക പുറത്തോട്ട് വിടത്തില്ല എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഒരു പ്രഖ്യാപനം ഇപ്പം നടത്തിയേക്കുന്നത്. അതായത് ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് ടോള് നൽകാതെ പോവാന്നുള്ളതാണ്. അപ്പം അതിൽ വരുന്നത് റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്, സ്പെയിൻ ഉണ്ട്. അതൊരു രസകരമായിട്ടുള്ള ഒരു പേരാട്ടോ, സ്പെയിൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നയതന്ത്ര ഉടമ്പടികളും അതേപോലെ തന്നെ ചർച്ചകൾക്കൊക്കെ ശേഷം ഈ തായ്ലാൻഡും പിന്നെ അതേപോലെ തന്നെ മലേഷ്യ ഈ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ടോള് നൽകാതെ നിങ്ങൾക്ക് ഇതുവഴി പോവാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കർശനമായിട്ടുള്ള ടോള് കൊടുക്കേണ്ടത് ഏതാണെന്നറിയോ? UAE, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. UAE, ബഹ്റൈനൊക്കെ ടോള് മാത്രം കൊടുത്താൽ പോരാ, യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം കൂടെ കൊടുക്കണം എന്നാണ് ഇറാൻ പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാര് അമേരിക്കക്ക് അവിടെ ബേസ് കൊടുത്തത് കൊണ്ടാണ് ഇറാൻ ഇന്ന് ഇത്രയും കിടന്ന് എന്താ പറയാ എട്ടങ്ങാറാവുന്നത്, അല്ലെങ്കിൽ ഇവർ ഇത്രയും കിടന്ന് അനുഭവിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവരവിടെ ബേസ് കൊടുത്ത അന്ന് തന്നെ, ആ സമയത്ത് തന്നെ ഇറാൻ ഇതിനെ എന്താ പറയുക തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാണ്ട് അവരുടെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാൻ എന്ന ഭൂതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് അന്ന് മിലിറ്ററി ബേസുകളൊക്കെ അവർ കൊടുക്കുന്നത്. പിന്നെ പെട്രോൾ ഡോളറിന്റെ ഒരു വ്യാപാരം, അപ്പൊ അങ്ങനെ വ്യാപാരം നിങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന അമേരിക്കയുടെ വാഗ്ദാനവും, ആ വാഗ്ദാനമൊക്കെ ഇപ്പൊ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുത്തത് വലിയ ചതിയായി പോയി ഇന്നിപ്പോ ഇറാൻ, മറ്റേ UAE, ബഹ്റൈനും സൗദി, കുവൈത്ത്, ഖത്തറൊക്കെ ആലോചിക്കുന്നുണ്ടാവും. ആൾട്ടർനേറ്റീവ് സോഴ്സുകളിലേക്ക് പോകുന്നുണ്ട്. സൗദി പാകിസ്ഥാനുമായിട്ട് മിലിറ്ററി കരാറിലേക്ക് പോകുന്നുണ്ട്. കാരണം അമേരിക്കയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അധികം നമ്പാൻ പറ്റത്തില്ല എന്നുള്ള തോട്ട് അവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ ടോള് കൊടുക്കാതെ ഇതുവഴി കടന്നു പോവാം. ഇനി അഥവാ ടോള് കൊടുത്ത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അമേരിക്ക തടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്ര വലിയ തടസ്സം സൃഷ്ടിച്ചിട്ടും രാത്രി പറയുന്ന നാവിഗേഷനും ലൈറ്റെല്ലാം ഓഫാക്കി ആവശ്യമുള്ള കപ്പലുകളെല്ലാം അതുവഴി കടന്നു പോകുന്നുണ്ടെന്നാണ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ സ്പെയിനെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെയിൻ്റെ പ്രധാനമന്ത്രി അതായത് പെട്രോ സാഞ്ചസ് എടുക്കുന്ന നിലപാടുകളാണ് അതിന് കാരണം ഇസ്രായേലിനോട് അതിശക്തമായിട്ടുള്ള നിലപാടാണ് പെട്രോ സാഞ്ചസ് എടുത്തേക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് യുദ്ധക്കുറ്റമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലുമായിട്ട് യാതൊരു കരാറുമില്ല. യൂറോപ്യൻ യൂണിയനോട് പെട്രോ സാഞ്ചസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ വ്യാപാര കരാറുകളും റദ്ദാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റലി പക്ഷെ അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ കൂടെ യൂറോപ്പിലെ പ്രബല കക്ഷിയായിട്ടുള്ള, യൂറോപ്പിലെ വലിയ രാജ്യങ്ങളിലൊന്നായിട്ടുള്ള സ്പെയിനാണ് ഇത് ആവശ്യപ്പെടുന്നത്. എന്ത്? ഇസ്രായേലായിട്ടുള്ള എല്ലാ വ്യാപാര കരാറും അതായത് EU നിർത്തണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ലെബനോൻ അറ്റാക്കിനെയും ഈ പെട്രോ സാഞ്ചസ് അപലപിച്ചിട്ടുണ്ട്. ഈ നടത്തുന്നത് മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള, ഹ്യൂമാനിറ്റിക്കെതിരായിട്ടുള്ള അറ്റാക്കാണ്, ജനോസൈഡാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളത് ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ ഒരു യൂറോപ്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പെട്രോ സാഞ്ചസ് ആണെന്നുള്ളതും കൂടെ നമ്മൾ കാണണം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് സ്പെയിൻ എടുക്കുന്ന നിലപാടുകൾ യുദ്ധത്തിനെതിരാണ്. അങ്ങനെയാണ് ആ നരേറ്റീവ് വരുന്നത് കേട്ടോ. യുദ്ധത്തിനെതിരാണ്, ഇസ്രായേലിന്റെ ജനോസൈഡിനെതിരാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ കാണിച്ചിട്ടാണ് ഈ പറയുന്ന സ്പെയിനിന് ഈ പറയുന്ന ഒരു ഫ്രീ വേ ഇറാൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്നത് റഷ്യയാണ്. റഷ്യക്ക് ടോള് കൊടുക്കാതെ പോവാന്ന് പറഞ്ഞാൽ ബേസിക്കലി റഷ്യക്ക് ശരിക്കും ഈ ഹോർമൂസിനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും റഷ്യ ഒരിക്കലും വേറെ രാജ്യങ്ങളെ ആശ്രയിക്കുന്നില്ല. റഷ്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം പൊതുവെ നടക്കുന്നത് ഈ കാസ്പിയൻ കടലിടുക്ക് വഴിയാണ്. കാസ്പിയൻ കടലിടുക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് അസർബൈജാന്, തുർക്ക്മെനിസ്ഥാന്, ഇറാന്, ഇങ്ങനെ കുറച്ച് രാജ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇവർക്കിടയിൽ തന്നെ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട്. ആ കരാർ പ്രകാരം അവിടെ വേറെ രാജ്യങ്ങൾക്ക് മിലിറ്ററി ബേസ് തുറന്നു കൊടുക്കാൻ പാടില്ല,
തുറന്നു കൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു കരാർ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഈ കാസ്പിയൻ കടലിടുക്കിലെ മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് റഷ്യയും പിന്നെ അതേപോലെ തന്നെ ഇറാനും തന്നെയാണ്. അവിടുത്തെ ഏറ്റവും വലിയ മിലിറ്ററി പവേഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ട ധാന്യങ്ങളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇനിയിപ്പോ ഉക്രൈനെ പോയി തല്ലാനുള്ള ഡ്രോണുകളാണെന്നുണ്ടെങ്കിലും കാസ്പിയൻ കടലിലൂടെ ഇവർ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ഇന്റർനാഷണൽ വാട്ടർ വേ പോലെ കിടക്കുന്ന ഒരു സ്ഥലമല്ല. ഈ പറയുന്ന കാസ്പിയൻ കടലിനെ ഈ രാജ്യങ്ങളെല്ലാം കൂടെ വിഭജിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഏരിയകളാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ വാട്ടർ വേ എന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് കിടക്കുന്നില്ല. അത് ഇവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വഴി ഈ ഇറാനിൽ നിന്നും അസർബൈജാനിൽ നിന്നും ഒക്കെയുള്ള ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അവരുടെ അതിർത്തിയിലോട്ട് കടക്കാനുള്ള അനുവാദങ്ങൾ ഇരു രാജ്യങ്ങളും ഈ രാജ്യങ്ങളെല്ലാം കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന മിലിറ്ററി എയ്ഡ് ആണെന്നുണ്ടെങ്കിലും ഇറാന് വേണ്ട ബാക്കിയുള്ള ഈ പറയുന്ന ടെക്നോളജി ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇതുവഴി നടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവില്ല എന്ന് മാത്രമല്ല, ലോകത്ത് അമേരിക്കയുടെയും നാറ്റോന്റെയൊക്കെ ഒരു പ്രസൻസ് ഇല്ലാത്ത ഏക കടൽ എന്ന് പറയുന്നത് കാസ്പിയൻ കടലാണ്. അതൊരു വലിയ തടാകമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരെയും പേടിക്കാണ്ട് ഇത് ചെയ്യാം. കാരണം ഇത് ലാൻഡ് ലോക്ക്ഡ് ആണ്. ബാക്കി കടലുകൾ എന്ന് പറയുന്നത് എല്ലാം ഒറ്റ കടൽ ആയിട്ടാണല്ലോ കിടക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്ന ലാൻഡ് ലോക്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ടോൾ കൊടുക്കാതെ പോവാന്ന് പറയുന്നത് ഒരു ഇതാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇവർക്ക് ടോൾ കൊടുക്കാതെ പോവാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു യുദ്ധം, ആ യുദ്ധത്തിന്റെ വിജയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ വിജയിച്ച് നിൽക്കുന്നത് ഇറാൻ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന യുദ്ധത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എടുത്ത് നോക്കുമ്പോൾ ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ സംഭവിച്ചിരിക്കുന്നത് ഇറാനാണ്. കാരണം ഇതുവരെ ഇന്റർനാഷണൽ വാട്ടർ വേ ആയിരുന്ന ഒരു സ്ഥലത്തിനെ ഇറാന്റെ സ്ഥലമാക്കി ഇറാൻ മാറ്റി. അവിടെ അവർ ചുങ്കും ടോളല്ല ഇനി പിരിക്കുന്നുള്ള ലെവലിലോട്ട് മാറി. അണ്ണനും ടീമും കുറെ കപ്പലുകളെ കടലിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇവരെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിന്നോളൂ. ഇനി കുറച്ച് ഇറച്ചി കഷ്ണം, കുറച്ച് ക്യാരറ്റ് എല്ലാം തിന്ന്, കുറച്ച് കടലിൽ കുറച്ച് ചൂണ്ടയൊക്കെ ഇട്ട് അവിടെ കുറച്ച് പട്ടാളക്കാർ അവിടെ നിന്നോളൂ. ഇതൊക്കെയാണ് ഇപ്പൊ അവസ്ഥ. അതായത് വെറും രണ്ടാഴ്ച കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ടീമാണിപ്പോൾ 2 ആഴ്ചയും കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മള്ളയ്യാന്നും പറഞ്ഞിട്ടിരിക്കുന്നത്. അടിച്ചുകൊണ്ടിരിക്കുന്നവൻ അടി കൊണ്ടുകൊണ്ടിരിക്കുന്നവനോട് പറയാണ്, എടാ നിനക്ക് ഞാൻ ഇനി 10 മിനിറ്റ് ഗ്യാപ്പ് തരും, വാ നമുക്ക് ചർച്ച ചെയ്യാം. അതെന്തിനാ തല്ലുന്നവൻ പറയണം? തല്ലുന്നവന് തല്ലിയിട്ടങ്ങ് പോയാൽ പോരെ. കല്ല് കൊള്ളുന്നവനെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോമഡി. അതും ആരെയാണ് ഇതിനെ ഇറക്കിയേക്കുന്നത്? അസിം മുനീർ ആ രാജ്യത്ത് ഒരു പ്രൈം മിനിസ്റ്ററും ഒരു പ്രധാനമന്ത്രിയൊക്കെ വേറെയുണ്ട്. അയാളൊന്നും ചിത്രത്തിലേ കാണാനില്ല. അവിടുത്തെ പട്ടാള മേധാവിനെ മതി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊരു അപഹാസമാണല്ലേ പാകിസ്ഥാന്റെ കാര്യത്തിൽ. തീവ്രവാദത്തിനെ നട്ട് നനച്ച് വെള്ളം ചെലവും എല്ലാം കൊടുത്ത് വളർത്തുന്ന രാജ്യമാണ്. ഇതിന് എന്താ പറയാ, മിഡിൽ മാൻ ആയിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ്. എന്ത് ചെയ്യാനാണ്? ട്രംപിന് ഇങ്ങനത്തെ ആൾക്കാരെ മതി. അപ്പോൾ അങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നവൻ, തല്ല് കൊണ്ടുകൊണ്ടിരിക്കുന്നവൻ എന്താ പറയാ, ഇവനെ വിളിച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തല്ല് കൊണ്ടുകൊണ്ടിരിക്കുന്നവൻ കുറച്ച് ധൈര്യവും കുറച്ച് സ്റ്റേൺ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട്, നീ തല്ലിക്കോ, ഞാൻ ചർച്ചക്കൊന്നും വരുന്നില്ല, നീ ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഞാൻ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നാണ് തീരുമാനം എടുക്കുകയും, എന്നാ മോനെ നിനക്ക് ഞാൻ ആലോചിക്കാൻ കുറച്ചധികം സമയം തരാം, നിനക്ക് ഞാനൊരു 3 ആഴ്ചയും കൂടെ സമയം തരാം, ഒക്കെ നീ ഒന്നും കൂടെ ആലോചിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് തല്ലാം എന്നും പറഞ്ഞ് ട്രംപ് പോയിട്ടുണ്ട്. അതിന് വേറെ കാരണം കൂടെ ഉണ്ട്. 30% ആയുധങ്ങളുടെ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു അറ്റാക്കോട് കൂടെ. ഇതെല്ലാം കൂടെ ഇനിയിപ്പോ ഒരു 100 ആക്കണ്ടേ, അറ്റ്ലീസ്റ്റ് ഒരു 90 ആക്കണ്ടേ? ഇല്ല ഞാൻ എന്ത് ചെയ്യും? ആയുധങ്ങളില്ലാണ്ട് മുട്ട് വിറയ്ക്കും. ഗഡ്സ് ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിലാണ് ഇപ്പൊ ഇറാന്റെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇതിവിടെ പെട്ടുപോയിരിക്കുന്നത് ആരാന്നറിയോ? UAE, ഖത്തർ, ബഹ്റൈന്, പിന്നെ അതേപോലെ തന്നെ ഒമാന് പോലെയുള്ള രാജ്യങ്ങളാണ് ഇവിടെ സത്യത്തിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മിലിറ്ററി ബേസ് കൊടുത്തും പോയി. ഇന്ന് ഇവന്മാരാണെങ്കിൽ ഇതിലൊരു തീരുമാനമാക്കുന്നില്ല. മണ്ടനായിട്ടുള്ള ഭ്രാന്തനായിട്ടുള്ള ഒരു പ്രസിഡന്റ് വേറൊരു സ്ഥലത്ത് ഇരിക്കുക. എന്ത് ചെയ്യും മള്ളയ്യ എന്നുള്ള ലെവലിലാണ് ഇനിയിപ്പോൾ ഇവരിയ്ക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്.